കരുവന്നൂർ കേസിൽ CPI നേതാവ് PR അരവിന്ദാക്ഷന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കേസിലെ മറ്റൊരു പ്രതി PK ജിൻസണും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കള്ളപ്പണ കേസിൽ ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, അരവിന്ദാക്ഷന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയായ ജിൽസിനും കൂടി ജാമ്യം കിട്ടിയിരിക്കുന്നു. എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ, മറ്റു വിവരങ്ങൾ? മധു, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണ കേസിൽ ആദ്യമായി ജാമ്യത്തിലേക്ക് പ്രധാനപ്പെട്ട 2 പ്രതികൾ എത്തുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ടുള്ളത്. CPM നേതാവ് PR അരവിന്ദാക്ഷന് മാസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നു. വിചാരണ നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം കണക്കിലെടുത്ത് തന്നെയാണ് ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. PR അരവിന്ദാക്ഷന് മാത്രമല്ല PK ജിൽസിന് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നേരത്തെ പലവട്ടം ഇവരുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളതാണ്. ഇടക്കാല ജാമ്യം നേരത്തെ PR അരവിന്ദാക്ഷന് നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു സ്ഥിരം ജാമ്യത്തിലേക്ക് തന്നെ കോടതി വരികയാണ്. തുടർച്ചയായി ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം വിചാരണ നീണ്ടുപോകുന്നതാണ് ഒന്ന്. പിന്നെ ഉള്ളത് സുപ്രീം കോടതി ഈ കള്ളപ്പണ കേസുകളിലൊക്കെ ജാമ്യം നിഷേധിക്കുന്നതിന് ചില കടുത്ത നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ പരിഗണനയിലേക്ക് ഈ കേസിലെ ഈ പ്രതികളുടെ ഇപ്പോഴത്തെ ഇൻവോൾവ്മെന്റ് വരുന്നില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് PK ജിൽസിനും PR അരവിന്ദാക്ഷനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റായിരുന്നു CPMന്റെ പ്രാദേശിക നേതാവ് കൂടിയായ PR അരവിന്ദാക്ഷൻ്റേത്. PR അരവിന്ദാക്ഷൻ ജയിൽ മോചിതനാകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു വർഷത്തിന് ശേഷമാണ് PR അരവിന്ദാക്ഷനും ജിൽസിനും ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ, ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഉണ്ടായിരുന്നത്. അരവിന്ദാക്ഷന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു.